ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ജാസ്മിൻ പുറത്തായി. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. 100% ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് വെറും ഊളയാണ്, കള്ളത്തരം പറയല്ലേ, ഒന്ന് പോയി ചേട്ടാ. ഇങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്ന എനിക്കറിയാം. അങ്ങനത്തെ ഒരു കമന്റ്സ് നിങ്ങൾ അടിക്കല്ലേ. ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്തു, എന്നാ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്. ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മുഴുവനായിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് എവിക്റ്റായി പുറത്തു പോയി എന്ന് തന്നെ പറയാം. ഒരു സീക്രട്ട് റൂമില് ഒരു തേങ്ങയില്ല. ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് പറഞ്ഞു വിട്ടേക്കുവാണ്. ഇത് എന്ത് പറ്റി, എല്ലാ കാര്യത്തിനും വ്യക്തമായ ഉത്തരം തരാം. അതായത് ജാസ്മിൻ ഇന്നല്ലാട്ടോ എവിക്റ്റ് ആവണം, നാളെയാണ് പുറത്താവുന്നത്. നാളെ അപ്സരയുടെ ഹസ്ബൻഡ് ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവര് തമ്മിൽ, അപ്സരയും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിൽ എന്തോ ഒരു ചെറിയ കാര്യത്തിന് വഴക്ക് തുടങ്ങുന്നു. അങ്ങനെ ഭയങ്കര രീതിയിൽ വഴക്കിന് മൂത്ത് ലാസ്റ്റ് ജാസ്മിൻ മുഖത്തടിക്കുന്നു അപ്സരയുടെ. അപ്പൊ അപ്സരയാണെങ്കിൽ മുഖത്തടിച്ചല്ലോ. അപ്പൊ അപ്സര കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അപ്സരയുടെ ഹസ്ബൻഡ് വേഗം ഭയങ്കര റൈസായി ചൂടായിട്ട്, നമ്മൾ വിചാരിക്കും അടിച്ചു പോകുന്നു, പക്ഷെ അടിച്ചില്ല. ഭയങ്കര ചൂടായിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്തു. എന്റെ ഭാര്യയെ എങ്ങനെ ജാസ്മിൻ അടിക്കാം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുകയാണ്. അതിനെ തുടർന്ന് ബിഗ് ബോസ് ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിലോട്ട് വിളിക്കുന്നു. ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ജാസ്മിൻ ജാഫറിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഈ ന്യൂസ് എനിക്ക് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ലീക്കായി ലഭിച്ചിട്ടുള്ള ന്യൂസ് ആണ്. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അഥവാ നാളെ ഇങ്ങനെ ഇല്ലെങ്കിൽ മറക്കാണ്ട് ഈ ചാനലിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമന്റ് എന്ത് വേണമെങ്കിൽ കമന്റ് ചെയ്തു, എനിക്ക് ഒരു കുഴപ്പമില്ല. അഥവാ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. അപ്പൊ ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ച ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പപ്പോ ലഭിക്കുന്ന ന്യൂസ് അപ്പപ്പോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കിട്ടാൻ വേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. ഞാൻ ഈ കാര്യം നിങ്ങളിലേക്ക് വേഗം എത്തിച്ചല്ലോ, അപ്പൊ അതിനൊരു ലൈക്ക് അടിച്ചുകൂടി. പിന്നെ പ്രധാനമായിട്ട് ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. നല്ല രീതിയിൽ വോട്ടുള്ള ഒരു 3ാം സ്ഥാനമൊക്കെ എപ്പോഴും വോട്ടിൽ ലഭിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ നല്ല കണ്ടസ്റ്റന്റ് ആണ്, ടഫാണ്, സ്ട്രോങ് ആണ്. പക്ഷെ എന്ത് ചെയ്യാം, കൈ ചതിച്ചു എന്ന് തന്നെ പറയാം, കൈവിട്ടു പോയി എന്ന് തന്നെ പറയാട്ടോ. അതും നമ്മുടെ റോക്കി ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പൊ ജാസ്മിനും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ തുടർന്ന് നല്ല രീതിയിലുള്ള ട്രോൾസ്, അതുപോലെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ നല്ല രീതിയിലുള്ള കമന്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടാനും ഒരുപാട് ചാൻസസ് ഉണ്ട് ജാസ്മിൻ. എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് അല്ലാതെ തന്നെ കുറെ രീതിയിലുള്ള ട്രോൾസ് ഉണ്ട്, ഹൈജീന്റെ പേരിലായാലും മറ്റേതായാലും മറിച്ചതായാലും. പക്ഷെ ഇതിപ്പോ ഒരു ഫിസിക്കൽ അസോൾട്ടും കൂടെ നേരിട്ടു. അപ്പോൾ ഇനി എന്തൊക്കെ ജാസ്മിന് കിട്ടാനുണ്ടെന്ന് കണ്ടു തന്നെ അറിയാം. ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വീണ്ടും പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യല്ലേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഒരു ലൈക്കിങ്ങിലും അടിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാം കേട്ടോ, ഇത് സത്യമായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പൊ ബൈ.